അധ്യാത്മരാമായണം ബാലകാണ്ഡം 4-ാം സർഗം താടകാവധം. പരമാത്മാവായ ഭഗവാൻ മായയെ അവലംബിച്ച് മനുഷ്യനായി അവതരിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കി രാമനെ കാണാനായി അഗ്നിയെപ്പോലെ ഉജ്ജ്വല തേജസ്വിയായ വിശ്വാമിത്ര മഹർഷി ഒരു ദിവസം അയോധ്യയിലേക്ക് വന്നു. അദ്ദേഹത്തെ കണ്ട ഉടനെ ദശരഥൻ എഴുന്നേറ്റ് നമസ്കരിച്ചു. ഗുരുനാഥനായ വസിഷ്ഠ മഹർഷിയോട് കൂടി അദ്ദേഹത്തെ വിധി പോലെ പൂജിച്ചു. ഭക്തിഭാവത്താൽ തല കുനിച്ച് തൊഴുതുകൊണ്ട് മഹാരാജാവ് പറഞ്ഞു, അങ്ങ് ഇവിടേക്ക് വന്നതോടെ ഞാൻ കൃതാർത്ഥനായി. അങ്ങയെപ്പോലെയുള്ള മഹത്തുക്കൾ വന്നാൽ അവിടെ സകലവിധ സമ്പത്തുകളും വർദ്ധിച്ചു വരും. അങ്ങ് വന്ന ആവശ്യം പറഞ്ഞാൽ ഞാൻ സത്യമായും അത് സാധിപ്പിച്ചു തരുന്നതാണ്. രാജാവിൻ്റെ വാക്കുകൾ കേട്ട് പ്രീതനായ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഞാൻ അമാവാസി തോറും ഒരു യാഗം നടത്തി വരാറുണ്ട്. ഈയിടെയായി സുബാഹു എന്നും മാരീചൻ എന്നും പേരായ 2 രാക്ഷസന്മാർ അതിനെ മുടക്കിക്കൊണ്ടിരിക്കുന്നു. അവരെ വധിക്കാനായി രാമനെ ലക്ഷ്മണനെ ഒന്നിച്ച് എൻ്റെ കൂടെ അയച്ചു തരണം. അതുകൊണ്ട് അങ്ങേക്ക് ശ്രേയസ്സുണ്ടാവും. വസിഷ്ഠ മഹർഷിയോട് ആലോചിച്ച് അങ്ങേക്കിഷ്ടമാണെങ്കിൽ ചെയ്യൂ. ഇതുകേട്ട് ചിന്താവിവശനായ ദശരഥൻ മറ്റാരുമില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഗുരുവിനെ കൂട്ടിക്കൊണ്ടുപോയി ഏകാന്തത്തിൽ അദ്ദേഹത്തോട് ചോദിച്ചു, ഗുരു, ഈ ധർമ്മസങ്കടത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? രാമനെ പറഞ്ഞയക്കാൻ എനിക്ക് തീരെ മനസ്സു വരുന്നില്ല. അനേക സംവത്സരങ്ങൾക്ക് ശേഷം വളരെ മോഹിച്ചുണ്ടായ പുത്രന്മാരാണല്ലോ ഇവർ 4 പേരും. അവർ ദേവതുല്യന്മാരാണ്. അവരിൽ രാമൻ എനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവനാണ്. രാമനെ പിരിഞ്ഞാൽ പിന്നെ എൻ്റെ ജീവൻ നിലനിൽക്കില്ല. ആവശ്യം നിഷേധിച്ചാൽ വിശ്വാമിത്രൻ നിശ്ചയമായും എന്നെ ശപിക്കും. എന്തു ചെയ്താലാണ് എനിക്ക് ശ്രേയസ് ഉണ്ടാവുക? എന്നെ അസത്യം ബാധിക്കാതിരിക്കുക? വസിഷ്ഠ മഹർഷി മറുപടി പറഞ്ഞു, രാജാവേ, ഒരു ദേവരഹസ്യം ഞാൻ പറഞ്ഞു തരാം. രാമൻ മനുഷ്യനല്ല, പരമാത്മാവും സനാതനുമായ ഭഗവാനാണ്. അധർമ്മികളെ സംഹരിച്ച് ഭൂമിയുടെ ഭാരത്തെ നശിപ്പിക്കാനായി ബ്രഹ്മദേവന്റെ അപേക്ഷ പ്രകാരം അങ്ങയുടെയും കൗസല്യയുടെയും പുത്രനായി അവതരിച്ചിരിക്കുകയാണ്. അങ്ങ് കഴിഞ്ഞ ജന്മത്തിൽ ബ്രഹ്മദേവന്റെ മകനായ കശ്യപ പ്രജാപതിയായിരുന്നു. കൗസല്യ പൂർവ്വജന്മത്തിൽ അങ്ങയുടെ പത്നിയും ദേവമാതാവുമായ അതിഥിയായിരുന്നു. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ 2 പേരും വളരെ കാലം ലൗകിക സുഖങ്ങളെല്ലാം ഉപേക്ഷിച്ച് വിഷ്ണു പൂജയിലും ധ്യാനത്തിലും മുഴുകി ഭഗവാനെ തപസ്സു ചെയ്തിരുന്നു. നിങ്ങളുടെ തപസ്സുകൊണ്ട് സന്തോഷിച്ച ഭഗവാൻ പ്രത്യക്ഷനായി വന്നു വരം സ്വീകരിക്കാൻ നിങ്ങളോട് പറഞ്ഞു. ഞങ്ങളുടെ പുത്രനായി അവിടുന്ന് അവതരിക്കണമെന്ന വരമാണ് നിങ്ങൾ ആവശ്യപ്പെട്ടത്. അങ്ങനെ ആവാം എന്നരുളി ചെയ്ത് ഭഗവാൻ അന്തർധാനം ചെയ്തു. അതനുസരിച്ചാണ് ഭഗവാൻ ഇപ്പോൾ നിങ്ങളുടെ പുത്രനായി രാമൻ എന്ന പേരിൽ ജനിച്ചിരിക്കുന്നത്. ആദിശേഷനാണ് ലക്ഷ്മണനായി പിറന്നിരിക്കുന്നത്. വിഷ്ണു ഭഗവാന്റെ ശംഖും ചക്രവുമാണ് ഭരതനും ശത്രുഘ്നനും. യോഗമായാദേവി ജനകപുത്രിയായി സീത എന്ന പേരിൽ ജനിച്ചിട്ടുണ്ട്. വിശ്വാമിത്ര മഹർഷി രാമനെയും സീതയെയും കൂട്ടിയോജിപ്പിക്കാനാണ് വന്നിരിക്കുന്നത്. ഇത് അത്യന്ത രഹസ്യമാണ്, അങ്ങ് ആരോടും പറയരുത്. അതിനാൽ പ്രീതി നിറഞ്ഞ മനസ്സോടെ വിശ്വാമിത്രനെ പൂജിച്ച് ലക്ഷ്മണനോട് കൂടി രാമനെ പറഞ്ഞയക്കൂ. വസിഷ്ഠ മഹർഷി ഇപ്രകാരം പറഞ്ഞപ്പോൾ സന്തോഷം നിറഞ്ഞ ഹൃദയത്തോടെ ദശരഥ മഹാരാജാവ് കൃതാർത്ഥനായിത്തീർന്നു. രാമ രാമ ലക്ഷ്മണ വരൂ എന്ന് സ്നേഹത്തോടെ വിളിച്ചു ആലിംഗനം ചെയ്തു ശിരസിൽ ഘ്രാണിച്ചു. 2 പേരെയും വിശ്വാമിത്ര മഹർഷി കേൾപ്പിച്ചു കൊടുത്തു. സന്തുഷ്ടനായിത്തീർന്ന വിശ്വാമിത്രൻ ദശരഥനെ ആശീർവദിച്ചു. വില്ലും ശരങ്ങൾ നിറച്ച ആവനാഴിയും വാളും ധരിച്ച് രാമനും ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയെ അനുഗമിച്ചു. അല്പദൂരം പോയ ശേഷം മഹർഷി രാമലക്ഷ്മണന്മാർക്ക് ബല എന്നും അതിബല എന്നും 2 ദിവ്യമന്ത്രങ്ങൾ ഉപദേശിച്ചു കൊടുത്തു. അവയെ ജപിച്ചാൽ വിശപ്പും ദാഹവും അകലും. അനന്തരം ഗംഗാനദി കടന്ന് 3 പേരും താടകാവനത്തിൽ എത്തിച്ചേർന്നു. പരാക്രമശാലിയായ രാമനോട് വിശ്വാമിത്ര മുനി പറഞ്ഞു, രാമ, താടക എന്ന ഘോര രാക്ഷസി ഈ കാട് മുഴുവൻ അടക്കി താമസിച്ചു വരുന്നു. അവൾ ഭയങ്കരിയാണ്, ലോകോപദ്രവകാരിയാണ്. സ്ത്രീയാണല്ലോ എന്ന് ശങ്കിക്കാതെ അവളെ വധിച്ചാലും. അങ്ങനെയാവാമെന്ന് പറഞ്ഞ് രാമൻ വില്ലിൽ ഞാൻ കെട്ടി ഒരു ചെറു ഞാണൊലിയിട്ടു. ആ ശബ്ദം ആ കാട് മുഴുവൻ മാറ്റൊലി കൊണ്ടു. താടക അത് തന്നോടുള്ള വെല്ലുവിളിയായി കണക്കാക്കി ഭയങ്കര സ്വരൂപിണിയും മേഘം പോലെ കറുത്തിരുണ്ടവളുമായ അവൾ ക്രോധം കൊണ്ട് മതിമറന്നവളായി രാമൻ്റെ നേരെ പാഞ്ഞു വന്നു. രാമൻ ഒരു ഉഗ്രശരം അവളുടെ മാറിലേക്ക് പ്രയോഗിച്ചു.
അതേറ്റ് ഹൃദയം പിളർന്ന് അവൾ വീണു മരിച്ചു. അവളുടെ ശരീരത്തിൽ നിന്ന് അതിസുന്ദരിയായി സർവാഭരണഭൂഷിതയായി ഒരു യക്ഷി ഉയർന്നു വന്നു. അവൾ അഗസ്ത്യ മഹർഷിയുടെ ശാപത്താൽ രാക്ഷസിയായി തീർന്നവളായിരുന്നു. ശ്രീരാമൻ്റെ അനുഗ്രഹത്താൽ അവൾക്ക് ശാപമോക്ഷം വന്നു. രാമനെ പ്രദക്ഷിണം വെച്ചു നമസ്കരിച്ച് അനുജ്ഞ വാങ്ങി അവൾ സ്വർഗത്തിലേക്ക് പോയി. താടകാവധം കണ്ട് സന്തോഷിച്ച വിശ്വാമിത്രമുനി രാമനെ ഗാഠഗാഠം ആലിംഗനം ചെയ്തു. ശിരസിൽ മുകർന്നു. അല്പം ആലോചിച്ച ശേഷം സകല ദിവ്യാസ്ത്രങ്ങളും അവ പ്രയോഗിക്കാനും ഉപസംഹരിക്കുവാനുള്ള മന്ത്രങ്ങളോടെ രാമൻ ഉപദേശിച്ചു കൊടുത്തു.